Hello guys, ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് ഇൻ EJB ആണ്. EJB മീൻസ് എൻ്റർപ്രൈസ് ജാവ ബീൻസ്. അതാണ് EJB എന്നാണ് ഷോർട്ടാക്കി നമ്മൾ പറയുന്നത്. അതാണ് ഞാൻ ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് EJBൻ്റെ ഡെവലപ്മെൻറ്റ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം. Okay, overview of the EJB building and deployment process. ഇവിടെ കൊടുത്തിട്ടുണ്ട് ബിൽഡിംഗ് ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് EJBs in the WebLogic enterprise environment requires careful planning to define how to locate this EJB in the WLE. That means WebLogic enterprises distributed environment. ഇതിന് നമുക്കൊരു ഭയങ്കര കെയർഫുള്ളായിട്ട് നമുക്കൊരു പ്ലാൻ വേണം. എങ്ങനെ EJB വെബ് എൻ്റർപ്രൈസിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് നമുക്ക് ആദ്യം വേണം. ഓക്കെ, ആഫ്റ്റർ ദി ബീൻ പ്രൊവൈഡർ ഹാസ് ഇംപ്ലിമെൻറ്റഡ് ആൻഡ് EJB's ബിസിനസ് ലോജിക് ആൻഡ് ഹാസ് പ്രൊഡ്യൂസ് ഇനീഷ്യൽ ഡിപ്ലോയ്മെൻറ്റ് ഡിസ്ക്രിപ്ഷൻ. ദി പ്രോസസ് ഫോർ ബിൽഡിംഗ് ആൻഡ് ഡിപ്ലോയിങ് that EJB in WE environment include the following step. ഇനി കാണുന്ന കുറച്ച് സ്റ്റെപ്പുകളുണ്ട്, അതാണ് ഇമ്പോർട്ടൻ്റ് സ്റ്റെപ്പുകളാണ്. അതാണ് എങ്ങനെ ബിൽഡ് ചെയ്യുക, ഡിപ്ലോയിങ് ചെയ്യുക. ഡിപ്ലോയ് മീൻസ് വിന്യസിപ്പിക്കുക. EJB എങ്ങനെ WLEയിൽ വെബ്ലോജിക് എൻ്റർപ്രൈസസ് എൻവയോൺമെൻറ്റിൽ എങ്ങനെ വിന്യസിപ്പിക്കുക, അതേപോലെ തന്നെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു സ്റ്റെപ്പുകളാണ് ഞാൻ ഇനി അടുത്ത് ഇവിടെ പറയാൻ പോകുന്നത്. മെയിനായിട്ട് 6 സ്റ്റെപ്പുകളാണുള്ളത്. നമുക്ക് സ്റ്റെപ്പ് വൈസ് ആയിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഒബ്റ്റെയിൻ ദാറ്റ് EJB jar ഫയൽ ഫ്രം ദി ബീൻ പ്രൊവൈഡർ നിന്നുകൊണ്ട് EJB jar ഫയൽ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ഒബ്റ്റെയിൻ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മോഡിഫൈ ദി ഡിപ്ലോയ്മെൻറ്റ് ഡിസ്ക്രിപ്റ്ററിനൊന്ന് മോഡിഫൈ ചെയ്യണം, രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റ് ദി വെബ് ലോജിക് EJB എക്സ്റ്റൻഷൻസ് ടു ദി ഡിപ്ലോയ്മെൻറ്റ് ഡിസ്ക്രിപ്റ്റർ DTD. ഓക്കെ, നാലാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസ് ദി ഡിപ്ലോയബിൾ EJB jar ഫയൽ. നമുക്കൊരു ഡിപ്ലോയബിൾ EJB jar ഫയൽ എന്ത് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ കോൺഫിഗർ ദി EJB ആപ്ലിക്കേഷൻ കോൺഫിഗർ ചെയ്യണം. ആറാമത്തെ സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സ്പെസിഫൈ ദി മൊഡ്യൂൾ ഇനീഷ്യലൈസർ ഒബ്ജക്റ്റ് ഇൻ ദി വെബ് ലോജിക് EJB എക്സ്റ്റൻഷൻസ് ടു ദി ഡിപ്ലോയ്മെൻറ്റ് ഡിസ്ക്രിപ്റ്റർ DTD. ഓക്കെ, അങ്ങനെ 6 സ്റ്റെപ്പുകളല്ലത്. ഇനി അടുത്ത് നോക്കാം. വെൻ യു ബിൽഡ് ദി EJB that has been produced by bean provider, the end result is an EJB jar file. The WLE system allow you to build 2 kind of EJB file. എന്ന് വെച്ചാൽ ഒരു ബീൻ പ്രൊവൈഡർ നിർമ്മിച്ച EJB ഫയൽ നമ്മൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ അവസാന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു EJB jar ഫയലാവും. രണ്ട് തരം EJB jar ഫയലുകൾ നിർമ്മിക്കാൻ WLE നമ്മളെ അനുവദിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ആ 2 തരം EJB jar ഫയൽ നിർമ്മിക്കാൻ WLE സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അനുവദിക്കുന്നുണ്ട്. അത് ഏതൊക്കെ നോക്കാം. ഒന്നാമത്തെ സ്റ്റാൻഡേർഡ് EJB jar ഫയലും അതേപോലെ ഡിപ്ലോയബിൾ EJB jar ഫയലുമാണ്. അത് എന്താണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഒന്ന് സ്റ്റാൻഡേർഡ് EJB jar ഫയൽ. An EJB has been built, but lack of the specific deployment information on any specific system. You typically build a standard EJB with the goal of being able to distribute that EJB to a variety of deployment environments. If you are only create a standard EJB jar file, you only need to perform step 1 and 2 in the topic. എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു സ്റ്റാൻഡേർഡ് EJB നിർമ്മിച്ചൊരു EJB ഫയല് പക്ഷേ അത്
ഇനി ഒരു സ്പെസിഫിക് ഇൻഫർമേഷനും എന്ത് ചെയ്തില്ല, അത് നൽകണില്ല. എവിടെയും വിന്യസിക്കാനും ഒരു വിന്യസിച്ചിൻ്റെ ഒരു സ്പെസിഫിക് ഇൻഫർമേഷൻ അത് നൽകണില്ല. അതേപോലെ തന്നെ നമ്മൾ ഇത് ക്രിയേറ്റഡ് സ്റ്റാൻഡേർഡ് EJB ജാർ ഫയൽ ക്രിയേറ്റ് ചെയ്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് സ്റ്റെപ്പും രണ്ടാമത്തെ സ്റ്റെപ്പും മാത്രം ഇതിൽ എന്ത് ചെയ്താൽ മതി, പെർഫോം ചെയ്താൽ മതി. ബാക്കി സ്റ്റെപ്പുകളൊന്നും നമ്മൾ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല സ്റ്റാൻഡേർഡ് EJB ജാർ ഫയലിൽ. ഓക്കെ, രണ്ടാമത്തെ ഡിപ്ലോയബിൾ EJB ജാർ ഫയലാണ്. Deployable EJB jar file. An EJB has been built with a deployment descriptor information specific to particular deployment environment. This step described in chapter for building a deployable EJB jar file, especially creating EJB that has been deployable on a WLE system, and require you perform step 1 through 4 in this topic. ഒരു ഡിപ്ലോയബിൾ EJB ജാർ ഫയൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ 1 മുതൽ 4 ടോപ്പിക്സ് മാത്രം, സ്റ്റെപ്പ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ പെർഫോം ചെയ്താൽ മതി. ഇനി അടുത്ത് കൊടുത്തിട്ടുണ്ട് ദി റിമൈൻഡർ ഓഫ് ദിസ് ടോപ്പിക് ഡിസ്കസ് ഈച്ച് ഓഫ് ദിസ് സ്റ്റെപ്പ് ഇൻ ഡീറ്റെയിൽ. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെപ്പ് നോക്കട്ടോ. ആ ടോപ്പിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് ഫോർ ബിൽഡിംഗ് ആൻഡ് ഡിപ്ലോയിങ് EJBs. This section describes the step for building and deploying EJB in WLE environment and also provide the following sections. ഈ സെക്ഷൻസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് developing and deploying EJB in the environment in WLE environment and also provide the following sections എന്താണെന്ന് വെച്ചാൽ സ്കാലിംഗ് ആൻഡ് EJB ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ഫോർ മോർ ഇൻഫർമേഷനും. ഓക്കെ, ആ രണ്ട് സെക്ഷൻസിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ് നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ഒബ്റ്റെയിൻ ദി EJB ജാർ ഫയൽ ഫ്രം ദി ബീൻ പ്രൊവൈഡർ. ഫസ്റ്റ് സ്റ്റെപ്പ് ഒബ്റ്റെയിൻ ദി EJB ജാർ ഫയൽ ഫ്രം ദി ബീൻ പ്രൊവൈഡറിൽ നിന്ന് EJB ജാർ ഫയൽ എന്ത് ചെയ്യുക, ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പാണ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഡിപ്ലോയിങ് ആൻഡ് EJB ഈസ് ടു ഒബ്റ്റെയിൻ ദി EJB ജാർ ഫയൽ ഫ്രം ദി ബീൻ പ്രൊവൈഡർ. ബീൻ പ്രൊവൈഡറിൽ നിന്നുകൊണ്ട് EJB എന്ത് ചെയ്യാണ്, EJB ജാർ ഫയൽ ഒബ്റ്റെയിൻ ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. EJB ജാർ ഫയൽ ബീൻ പ്രൊവൈഡറിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതിൽ പറയുന്നത്. ഇൻ ആൻ അഡീഷൻ ടു ദി ക്ലാസ് ഫയൽസ് കണ്ടെയ്നഡ് ഇൻ ദി EJB ജാർ ഫയൽ. The EJB jar file also deployment descriptor for each bean in that file. The step producing and bean providers EJB jar file and described in the section development steps. Okay, because multiple EJBs can be joined together in a single deployment unit, part of the assembly process joined to EJB jar file for each of the beans. Okay, first step simple ആയിട്ട് പറയുകയാണെങ്കിൽ EJB ജാർ ഫയൽ ഒബ്റ്റെയിൻ ചെയ്യുക. എവിടുന്ന്, ബീൻ പ്രൊവൈഡറിൽ നിന്നാണ്ട് EJB ജാർ ഫയൽ ഒബ്റ്റെയിൻ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ഒറ്റ വിന്യസിക്കാവുന്ന യൂണിറ്റിൽ ഒന്നിലധികം EJBs ചേർക്കാൻ കഴിയുന്നതിനാൽ അതിനെ ഒരു അസംബ്ലി പ്രക്രിയ എന്നൊക്കെ പറയാം. ഒരു ഭാഗം ഓരോ ബീൻസുമായി EJB ജാർ ഫയലുകൾ ചേരുന്നുണ്ട്. ഓക്കെ, അതാണ് മൾട്ടിപ്പിൾ EJBs ക്യാൻ ജോയിൻ ടുഗദർ ഇൻ എ സിംഗിൾ മൾട്ടിപ്പിൾ EJB ഒക്കെ ജോയിൻ ചെയ്തേണ്ട ഒരു സിംഗിൾ യൂണിറ്റ് ആവും. ഡിപ്ലോയബിൾ യൂണിറ്റ്, വിന്യസിക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റായി മാറും. പാർട്ട് ഓഫ് ദി അസംബ്ലി പ്രോസസ് ജോയിനിങ് ദി EJB ജാർ ഫയൽ ഈച്ച് ഓഫ് ദി ബീൻസ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ മോഡിഫൈ ദി ഡിപ്ലോയ്മെന്റ് ഡിസ്ക്രിപ്റ്ററിനെ മോഡിഫൈ ചെയ്യാന്നുള്ളതാണ്. എന്ന് നോക്കാം. As stated in designing and development enterprises Java beans for the WLE system, the deployment descriptors tie together different classes and interface. Deployment descriptor എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആൻഡ് ഇൻ്റർഫേസും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈസ് യൂസർ ടു ബിൽഡ് ദി കോഡ് ജനറേറ്റർ ക്ലാസ് ഫയൽ. അതെന്തിനാന്ന് വെച്ചാൽ
കോഡ് ജനറേറ്റർ ക്ലാസ് ഫയൽസിലല്ല ഉണ്ടാക്കാൻ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ബിൽഡ് ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഓൾസോ അലോ യു ടു സ്പെസിഫൈ സം എക്സ്പെക്ട് ഓഫ് EJB deployment at the runtime. Okay. The bean provider specifies some initial deployment information in the deployment descriptor. The deployer typically need to add or modify that information such as following the following. ഏതൊക്കെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ the EJB name എന്ന് വെച്ചാൽ you may change the enterprises bean name, define the EJB name element. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റർപ്രൈസസ് ബീൻസിന്റെ നെയിം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനെന്താ ചെയ്യേണ്ടത്, EJB സ്പേസ് നെയിം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എലമെന്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. രണ്ടാമത്തെ വാല്യൂ ഓഫ് എൻറോൾമെന്റ് എൻട്രീസ്, യു മേ ചേഞ്ച് എക്സിസ്റ്റിംഗ് വാല്യൂസ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാല്യൂസിനെ ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ ഡിഫൈൻ എ ന്യൂ വാല്യൂ ഫോർ ദി എൻറോൾമെന്റ് പ്രോപ്പർട്ടീസ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ വാല്യൂ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാല്യൂസിനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യാം. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ഫീൽഡാണ്. ഡിസ്ക്രിപ്ഷൻ ഫീൽഡ് എന്താ വെച്ചാൽ യു മേ ചേഞ്ച് എക്സിസ്റ്റിംഗ് ഓർ ക്രിയേറ്റ് ന്യൂ ഡിസ്ക്രിപ്ഷൻ എലിമെൻറ്റ്. ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഡിസ്ക്രിപ്ഷനെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ഡിസ്ക്രിപ്ഷൻസ് എലിമെൻസിനെ ആഡ് ചെയ്യാനും പറ്റും, ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ. നാലാമത്തെ എന്താണെന്ന് വെച്ചാൽ ബൈൻഡിങ് enterprises bean reference. You may link enterprises bean reference to another enterprises bean EJB jar. ഒരു EJB jar ഫയലിലുള്ള രണ്ട് enterprises റെഫറൻസിനെ തമ്മിൽ എന്ത് ലിങ്ക് ചെയ്യാനൊക്കെ എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യുക. ബൈൻഡ് ചെയ്യുക, ലിങ്ക് ചെയ്യുക ഒക്കെ എന്ത് ചെയ്യാം, സാധിക്കുന്നതാണ്. യു ക്രിയേറ്റ് ദി ലിങ്ക് ബൈ ആഡിങ് ദി EJB space link element to the reference bean. നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും ഇതിങ്ങനെ യൂസ് ചെയ്ത് കണ്ടു. ഓക്കെ. അഞ്ചാമത്തെ സെക്യൂരിറ്റി റോൾസ്. യു മേ ഡിഫൈൻ വൺ ഓർ മോർ സെക്യൂരിറ്റി റോൾസ്. നമുക്ക് ഒന്നതിരിക്കുമ്പോൾ സെക്യൂരിറ്റി റോൾസിന് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദി സെക്യൂരിറ്റി റോൾസ് ഡിഫൈൻ ദി റെക്കമെൻഡഡ് സെക്യൂരിറ്റി റോൾസ് ഫോർ ദി ക്ലയൻറ്റ്സ് ഓഫ് ദി എന്റർപ്രൈസസ് ബീൻസ്. You define the security roles using the security role elements. For more information about the EJB security, see using the security in the WebLogic Enterprises online documentation. Okay, security ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യുക, ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഒന്നിലധികമോ സെക്യൂരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അടുത്തത് മെത്തേഡ് പെർമിഷൻസ് ആണ്. You may define the method permissions which are binary relationship between the security roles and the methods of the remote and home interfaces of the EJBs. Define method permissions using the method permission elements. Method permissions നമുക്ക് കൊടുക്കാൻ പറ്റും. അതിനെന്ത് ചെയ്താൽ മതി, മെത്തേഡ് പെർമിഷൻ എലമെന്റ്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ. ഏഴാമത്തെ എന്താ വെച്ചാൽ ഏഴാമത്തെ ലിങ്കിങ് സെക്യൂരിറ്റി റോൾ റെഫറൻസ്. എട്ടാമത്തെ ചേഞ്ചിങ് പെർസിസ്റ്റന്റ് സ്റ്റോറേജ് ഇൻഫർമേഷൻ ഇഫ് നെസസറി ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെർസിസ്റ്റന്റ് സ്റ്റോറേജ് ഇൻഫർമേഷൻ. ഏഴാമത്തെ ലിങ്കിങ് ഓഫ് സെക്യൂരിറ്റി റോൾസ് റെഫറൻസ്. എട്ടാമത്തെ ചേഞ്ചിങ് പെർസിസ്റ്റന്റ് സ്റ്റോറേജ് ഇൻഫർമേഷൻ ഇഫ് നെസസറി, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർസിസ്റ്റന്റ് സ്റ്റോറേജ് ഇൻഫർമേഷനെ ചേഞ്ച് ചെയ്യാം. ഇനി നമുക്ക് നോക്കാം. ടു മോഡിഫൈ എ ഡിപ്ലോയ്മെന്റ് ഡിസ്ക്രിപ്റ്റർ യു ക്യാൻ യൂസ് ദി ഐദർ ദി ഫോളോയിങ് ടു മെത്തേഡ്സ്. നമുക്ക് ഇനി ഡിപ്ലോയ്മെന്റ് ഡിസ്ക്രിപ്റ്ററിനെ മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് മെത്തേഡ്സും നമുക്ക് യൂസ് ചെയ്യാം. ഏതൊക്കെ നമുക്ക് വെബ് ലോജിക് EJB ഡിപ്ലോയറും അതേപോലെ തന്നെ ദി മാനുവൽ മോഡിഫിക്കേഷൻ ഓഫ് ദി ഡിപ്ലോയ്മെന്റ് ഡിസ്ക്രിപ്ഷൻ ഇൻ ദി ടെസ്റ്റ് എഡിറ്ററും. ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. മോഡിഫൈ ചെയ്യാൻ, ഡിപ്ലോയ്മെന്റ് ഡിസ്ക്രിപ്റ്ററിനെ മോഡിഫൈ ചെയ്യാൻ.